നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻ ജോയി മരിക്കാനിടയായ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു. അമിക്കസ് ക്യൂറി സംഘം ഇന്നലെ പരിശോധന നടത്തി. സ്ഥലം പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സംഘം ആമയിഴഞ്ചാൻ തോടും പരിസര പ്രദേശങ്ങളുമാണ് സന്ദർശിച്ചത്. പരിശോധന നടത്തിയത് ഹൈക്കോടതി അഡ്വക്കേറ്റുമാരായ പൂജ മേനോൻ, ടി വിനു, എസ് വിഷ്ണു എന്നിവരുടെ സംഘമാണ്. ഒബ്സർവേറ്ററി, രാജാജി നഗർ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നീ പ്രദേശങ്ങളായിരുന്നു സംഘം പരിശോധന നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ 2.5 മണിക്കൂറോളം ചെലവഴിച്ച സംഘം യാർഡുകളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. റെയിൽവേ കോർപ്പറേഷൻ, മേജർ ഇറിഗേഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി വിവിധ ഏജൻസികളുടെ പ്രതിനിധികളും സ്ഥലത്തുണ്ടായിരുന്നു. രാജാജി നഗറിലെ ഇരുമ്പ് വേലി നശിപ്പിക്കുന്ന വിഷയവും ക്യാമറകൾ മോഷ്ടിക്കപ്പെടുന്നതും കോർപ്പറേഷൻ അമിക്കസ് ക്യൂറി സംഘത്തോട് പറഞ്ഞു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും അമിക്കസ് ക്യൂറി സംഘം എത്തി. മാലിന്യം വേർതിരിക്കുന്ന യൂണിറ്റ് വൈകാതെ അവിടെ പ്രവർത്തനം തുടങ്ങുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിവിധ ഏജൻസികളിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ അമിക്കസ് ക്യൂറി സംഘം വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. അതേസമയം നിർണായകമായ ഒരു ഇടപെടലായിരുന്നു ഹൈക്കോടതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂറിയെയാണ് തിരുവനന്തപുരത്തെത്തി ആമയിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിയോഗിച്ചത്. പ്രതിഫലമായി അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷത്തോളം സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തിയിരുന്നുവെന്ന് റെയിൽവേ കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചിരുന്നു. റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തും മാലിന്യം നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെ സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ജോയിയുടെ മരണം നിർഭാഗ്യകരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ നീക്കണം. പ്ലാസ്റ്റിക് മാലിന്യം ഒഴിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ ഉറപ്പുവരുത്തണം. വർഷങ്ങളായുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്ത നിറത്തിന്റെ കാരണം. ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അമിക്കസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചായിരുന്നു വിഷയം പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.